പ്രിയ പ്രേക്ഷകരെ, ആഗോളതലത്തിൽ പ്രതിരോധ രംഗത്തെ വൻ ശക്തിയായി ഭാരതം മാറിക്കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും പുതിയ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ആഗോള പ്രതിസന്ധികളും അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളും നിലനിൽക്കുമ്പോഴും രാജ്യത്തിൻ്റെ സുരക്ഷയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ കൈക്കൊള്ളുന്ന ശക്തമായ നിലപാടുകൾ ലോകത്തെ മുഴുവൻ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ ലോകത്തിൽ തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമായ S-400 ട്രയംഫിൻ്റെ 4ാമത് യൂണിറ്റ് ഭാരതത്തിൻ്റെ മണ്ണിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന നിർണായക വിവരമാണ് പുറത്തു വരുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ വലിയ പ്രതികൂല സാഹചര്യങ്ങൾക്കിടയിലും റഷ്യ ഈ വമ്പൻ സംവിധാനം ഇന്ത്യക്ക് കൈമാറിയത് നയതന്ത്ര രംഗത്തെ വലിയൊരു വിജയം തന്നെയാണ്. എന്നാൽ ഇതിലും വലിയൊരു സർപ്രൈസ് നീക്കത്തിന് കൂടി ഇന്ത്യ ഇപ്പോൾ തുടക്കമിടുകയാണ്. എന്താണ് ആ വമ്പൻ നീക്കം? അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ മറികടന്ന ഇന്ത്യ ഈ കരാറുമായി എങ്ങനെ മുന്നോട്ട് പോയി? അതിർത്തികളിൽ ഭാരതത്തിൻ്റെ ഈ പുതിയ കവചം വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഭാരതത്തിന്റെ ആകാശ അതിർത്തികളെ പൂർണ്ണമായും സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2018 5 S-400 യൂണിറ്റുകൾക്കായി ഏതാണ്ട് $5.43 ബില്യൺ വമ്പൻ കരാറിൽ ഇന്ത്യ ഒപ്പുവെക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം ഇതിന്റെ വിതരണത്തിൽ ചെറിയ താമസം നേരിട്ടിരുന്നു. എങ്കിലും സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഭാരതവുമായുള്ള സൗഹൃദത്തിന് മുൻഗണന നൽകി 4ാമത്തെ യൂണിറ്റ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് കൈമാറിയിരിക്കുകയാണ്. വരും മാസങ്ങളിൽ തന്നെ ഇതിന്റെ 5ാമത്തെയും അവസാനത്തെയും യൂണിറ്റും ഇന്ത്യയിലെത്തും. ഇതോടെ പഴയ കരാർ പൂർണ്ണമാകുമെങ്കിലും പ്രതിരോധ മന്ത്രാലയം ഇവിടെ കൊണ്ടൊന്നും നിർത്താൻ യാതൊരു ഭാവവും ഉള്ളതായി തോന്നുന്നില്ല. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 5 യൂണിറ്റുകൾക്ക് പുറമെ കൂടുതലായി 5 S-400 യൂണിറ്റുകൾ കൂടി ഓർഡർ ചെയ്യാൻ ഭാരതം വമ്പൻ പദ്ധതി തയ്യാറാക്കുന്നു എന്നതാണ് പുറത്തുവരുന്ന വിവരം. അതായത് മൊത്തം 10 യൂണിറ്റുകളുടെ ഒരു വമ്പൻ വ്യോമ പ്രതിരോധ കവചം തന്നെയാണ് നമ്മുടെ രാജ്യം ലക്ഷ്യമിടുന്നത് എന്നതാണ് ചുരുക്കം. 10 യൂണിറ്റുകളിലേക്ക് ഈ പ്രോജക്റ്റ് വ്യാപിപ്പിക്കാൻ ഭാരതത്തെ പ്രേരിപ്പിച്ചതിന് പിന്നിൽ കൃത്യമായ കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഇതിനു മുൻപ് അതിർത്തി മേഖലകളിൽ ഈ സംവിധാനം വിജയകരമായി വിന്യസിച്ചപ്പോൾ ഉണ്ടായ മികച്ച പ്രകടനം തന്നെയാണ്. അത്യാധുനിക വിമാനങ്ങളെയും മറ്റ് ആകാശ ഭീഷണികളെയും വളരെ ദൂരത്ത് വെച്ച് തന്നെ കണ്ടെത്താനും പ്രതിരോധിക്കാനും ഇതിന് കഴിഞ്ഞിരുന്നു എന്നതാണ്. ഇത്തരത്തിലുള്ള തന്ത്രപ്രധാനമായ ദൗത്യങ്ങളിൽ S-400 പുലർത്തിയ കൃത്യത പ്രതിരോധ ഉദ്യോഗസ്ഥർക്ക് ഈ സിസ്റ്റത്തിന്മേലുള്ള വിശ്വാസം 10 മടങ്ങ് വർദ്ധിപ്പിച്ചു എന്ന് വേണം പറയാൻ. ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, അത്യാധുനിക വിമാനങ്ങൾ എന്നിവയെ ഒരേ സമയം പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഈ സംവിധാനം ഭാരതത്തിന്റെ ആകാശ അതിർത്തികൾക്ക് നൽകുന്ന സുരക്ഷ ചെറുതൊന്നുമല്ല. ഇന്ത്യൻ വ്യോമസേനയുടെ ലക്ഷ്യം 2028 ഈ 10 യൂണിറ്റുകളും പൂർണ്ണ സജ്ജമാക്കുക എന്നതാണ്. ഇത് യാഥാർത്ഥ്യമാകുന്നതോടെ വടക്കൻ അതിർത്തികളിലും തന്ത്രപ്രധാനമായ ഇന്ത്യൻ മഹാസമുദ്ര മേഖലകളിലും ഭാരതത്തിന് പൂർണ്ണമായ സുരക്ഷ ഒരുക്കാൻ സാധിക്കും. ഈ സംവിധാനത്തിന്റെ സാങ്കേതിക മികവ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ ഓരോ യൂണിറ്റിലും അത്യാധുനിക കമാൻഡ് പോസ്റ്റുകൾ, ദീർഘദൂര നിരീക്ഷണ റഡാറുകൾ, എൻഗേജ്മെന്റ് റഡാറുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു എന്നതാണ്. ദീർഘദൂര ലക്ഷ്യങ്ങൾക്കായി 40 N-40N-6 മിസൈലുകളും അടുത്തുള്ള ലക്ഷ്യങ്ങൾക്കായി 9M96 മിസൈലുകളും ഇതിൽ ഒരേ സമയം ഉപയോഗിക്കാൻ സാധിക്കുമെന്നതാണ്. ഭാരതത്തിന്റെ തനത് നാവിഗേഷൻ സംവിധാനങ്ങളുമായും റഡാറുകളുമായും ഇതിനെ ബന്ധിപ്പിക്കുന്നതോടെ ഒരേ സമയം വരുന്ന ഒന്നിലധികം ആകാശ ഭീഷണികളെ ഒരുമിച്ച് നേരിടാൻ നമ്മുടെ ഭാരതത്തിന് സാധിക്കുമെന്നത് എടുത്തു തന്നെ പറയണം. ഈ വമ്പൻ കരാർ നടപ്പിലാക്കുമ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉപരോധ ഭീഷണികൾ ഉണ്ടായിരുന്നു എന്നതും ശ്രദ്ധേയമാണ്. എന്നാൽ അമേരിക്കയുടെ CAATSA ഉപരോധങ്ങളിൽ നിന്ന് പ്രത്യേക ഇളവുകൾ നേടിയെടുക്കാൻ ഭാരതത്തിൻ്റെ ശക്തമായ നയതന്ത്ര നിലപാടുകൾക്ക് സാധിച്ചു എന്നതും എടുത്തു തന്നെ പറയണം. ദേശീയ സുരക്ഷയുടെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന മോദി സർക്കാരിൻ്റെ നിലപാടാണ് ഇവിടെ വിജയിച്ചത്. ഈ സംവിധാനം വാങ്ങുന്നത് താൽക്കാലികമായ ഒരു സുരക്ഷാ മുൻകരുതൽ മാത്രമാണ്. കാരണം ഭാരതം തദ്ദേശീയമായി ആകാശ് NG, പ്രോജക്ട് കുശ തുടങ്ങിയ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവ പൂർണ്ണ സജ്ജമാകുന്നത് വരെയുള്ള സമയത്തേക്ക് രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാനാണ് S-400 നാം ഉപയോഗിക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആഗോള സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഏറ്റവും അനുയോജ്യമായ തീരുമാനങ്ങൾ സ്വാതന്ത്ര്യത്തോടെ എടുക്കാൻ ഇന്ന് ഭാരതത്തിന് സാധിക്കുന്നുമുണ്ട്. അതിർത്തികളിൽ ഭാരതത്തിന്റെ ഈ പുതിയ കവചം ഒരുങ്ങുന്നതോടെ രാജ്യത്തിന്റെ ആകാശ കരുത്ത് കൂടുതൽ ശക്തമാകുമെന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഭാരതത്തിന്റെ ഈ വമ്പൻ വ്യോമ പ്രതിരോധ മുന്നേറ്റത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ജയ് ഹിന്ദ്.